എല്ലാ കൂട്ടുകാർക്കും ഫിറ്റ്നസ് ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ ആദ്യത്തെ പാഠഭാഗമായ മധ്യകാല ഇന്ത്യയാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കിടക്കാം. പാഠഭാഗത്ത് തുടക്കത്തിൽ തന്നെ നമുക്ക് 2 ചിത്രങ്ങൾ അവിടെ കാണുന്നത് അല്ലേ? എന്തൊക്കെയാണെന്ന് നോക്കാം. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ 2 രാജ്യങ്ങളുടെ ചരിത്രശേഷിപ്പുകളാണ് ഇവ. ഇതിൽ ആദ്യത്തേത് നിങ്ങൾക്ക് പരിചയമുണ്ടാകുമല്ലോ. സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ ദേശീയ പതാക ഉയർത്തുന്നത് നിങ്ങൾ കണ്ടിരിക്കും. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയാണിത്. ഇതേ കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിന്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ് രണ്ടാമതായി കാണുന്നത്. ഈ 2 രാജ്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൂട്ടുകാരെ, നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന ചെങ്കോട്ടയെക്കുറിച്ചും ഹംപിയെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയാലോ. ചെങ്കോട്ട 1648 മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ചതാണ് ചെങ്കോട്ട, അതായത് റെഡ് ഫോർട്ട്. യമുന നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ലാൽ കില എന്നും അറിയപ്പെടുന്നു. ഇന്തോ പേർഷ്യൻ വാസ്തുവിദ്യ 2007 യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി റെഡ് ഫോർട്ടിനെ പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ഇവിടെ ദേശീയ പതാക ഉയർത്തുന്നു. ഇനി ഹംപിയെ കുറിച്ച് നോക്കാം. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന പുരാതന നഗരമാണ് ഹംപി. തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദ്രാവിഡ വാസ്തുശില്പകലാ രീതിയാണ് ഹംപിയുടേത്. ഹംപിയെ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഗൾ ഭരണം 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്തൊക്കെയാണെന്ന് നോക്കാം. മുഗൾ ഭരണം ബാബർ 1526 മുതൽ 1530 വരെയാണ്. ഹുമയൂൺ 1530 മുതൽ 1540 വരെ. പിന്നീട് 1555 മുതൽ 1556 വരെ. അക്ബർ 1556 മുതൽ 1605 വരെ. ജഹാംഗീർ 1605 മുതൽ 1627 വരെ. ഷാജഹാൻ 1628 മുതൽ 1658 വരെ. ഔറംഗസേബ് 1658 മുതൽ 1707 വരെ. പദസൂര്യനിൽ നിന്ന് പ്രധാനപ്പെട്ട മുഗൾ ചക്രവർത്തിമാർ ആരൊക്കെയായിരുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. ഇനി മുഗൾ രാജാക്കന്മാരുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ആൽബം തയ്യാറാക്കൂ. അത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ്. എന്ത് ചെയ്യണം? മുഗൾ രാജാക്കന്മാരുടെ ചിത്രങ്ങൾ ശേഖരിക്കുക, അത് വെച്ചിട്ടൊരു ആൽബം തയ്യാറാക്കണം. വളരെ വിസ്തൃതമായ രാജ്യമായിരുന്നു മുഗളരുടേത്. ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്കും മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു. താഴെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഔറംഗസേബ് കാലത്തെ മുഗൾ രാജ്യത്തിന്റെ ഒരു മാപ്പ് അല്ലെ, ഭൂപടമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഭൂപടത്തിൽ നിന്നും ഇന്നത്തെ ഏതെല്ലാം രാജ്യങ്ങളിൽ മുഗൾ ഭരണം വ്യാപിച്ചിരുന്നുവെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? അഫ്ഗാനിസ്ഥാൻ. ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്. മുഗളരും 1ാം പാനിപ്പത്ത് യുദ്ധവും. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേരുദ്ഭവിച്ചത്. മുഗൾ രാജ്യ സ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയായിരുന്നു. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യമാണ് ഈ രാജ്യവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ 1ാം പാനിപ്പത്ത് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ യുദ്ധവിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന തരംതിരിവില്ലാതെയും
പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ജെസ്യൂട്ട് പാതിരി പിയറിക് ജാറിക് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം, അതായത് CE 1605 എഴുതിയ അനുശോചന കുറിപ്പാണിത്. ഈ കുറിപ്പിൽ നിന്ന് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തൊക്കെയാണ്? അക്ബർ അതിശക്തനായ ചക്രവർത്തിയായിരുന്നു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങൾ എന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പാക്കി. ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വേർതിരിവില്ലാതെ എല്ലാവരെയും തുല്യമായി പരിഗണിച്ചു. കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടെയും പെരുമാറി. അടുത്തതൊരു ചിത്രമാണ് അല്ലെ തന്നിട്ടുള്ളത്. എന്താണ്? മുഗൾ രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്ന അക്ബർ വിവിധ മതസ്ഥരുമായി ചർച്ച നടത്തുന്നു. അതിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1575 തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ്. എല്ലാ മതങ്ങളുടെയും നല്ല വംശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദീൻ ഇലാഹി. എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹ് ഇ കുൽ എന്നതാണ് ഈ ദർശനത്തിന്റെ കാതൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു എന്നതിന് തെളിവാണ്. മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. രാജ ഡോഡർമാൾ, മഹാരാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ്, ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ്. അക്ബർ ഇബാദത്ത് ഖാനെ പണി കഴിപ്പിച്ചതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ അക്ബർ ഇബാദത്ത് ഖാനെ പണി കഴിപ്പിച്ചതിന്റെ ലക്ഷ്യത്തെ കുറിച്ചുള്ള ഒരു കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. എങ്ങനെ തയ്യാറാക്കാം? തന്റെ സാമ്രാജ്യത്തിൽ മതസൗഹാർദ്ദവും സഹിഷ്ണുതയും വളർത്തുന്നതിൽ ദീർഘവീക്ഷണം പുലർത്തിയ ഭരണാധികാരിയായിരുന്നു അക്ബർ ചക്രവർത്തി. ഇതിന്റെ ഭാഗമായി 1575 അദ്ദേഹം ഫത്തേപൂർ സിക്രിയിൽ സ്ഥാപിച്ച ഒരു പ്രാർത്ഥനാ മന്ദിരമാണ് ഇബാദത്ത് ഖാന. സ്ഥാപിച്ചതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ മതപരമായ ചർച്ചകൾ. തുടക്കത്തിൽ ഇസ്ലാം മതത്തിലെ വിവിധ വിഭാഗങ്ങളിലുള്ള പണ്ഡിതന്മാരെയും സൂഫികളെയും ഒരുമിച്ചിരുത്തി മതപരമായ കാര്യങ്ങളിൽ ചർച്ചകൾ നടത്താനാണ് ഇത് സ്ഥാപിച്ചത്. വ്യാഴാഴ്ച രാത്രികളിലായിരുന്നു ഇവിടെ സമ്മേളനങ്ങൾ നടന്നിരുന്നത്. സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണം കേവലം അന്ധമായ വിശ്വാസങ്ങൾക്കപ്പുറം മതങ്ങളുടെ ആഴത്തിലുള്ള തത്വങ്ങളെയും ആത്മീയ സത്യങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാൻ അക്ബർ ആഗ്രഹിച്ചിരുന്നു. മറ്റു മതങ്ങളെക്കുറിച്ചുള്ള പഠനം. ഇസ്ലാം മത പണ്ഡിതന്മാർ തമ്മിലുള്ള ആഭ്യന്തര തർക്കങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് അക്ബർ 1578 ഇബാദത്ത് ഖാനയുടെ വാതിലുകളെല്ലാം മതവിഭാഗങ്ങൾക്കുമായി തുറന്നുകൊടുത്തു. ഹിന്ദു, ക്രിസ്ത്യൻ, ജൈന, സരതുഷ്ട്ര, അതായത് പാർസി തുടങ്ങിയ വിവിധ മതങ്ങളിലെ പണ്ഡിതന്മാരെ അദ്ദേഹം എവിടേക്ക് ക്ഷണിക്കുകയും അവരുടെ വിശ്വാസങ്ങളെ കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്തു. മതസൗഹാർദ്ദം വളർത്തുക. എല്ലാ മതങ്ങളിലും നല്ല ആശയങ്ങളുണ്ടെന്നും ഒരേ സത്യത്തിലേക്കാണ് എല്ലാ മതങ്ങളും വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം മനസ്സിലാക്കി. സാമ്രാജ്യത്തിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ പരസ്പര ബഹുമാനവും ഐക്യവും വളർത്തുക എന്നതായിരുന്നു ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം. എന്റെ അനുയായികൾ മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ചു സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഇ കുൽ, എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിൽ ഒഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തന്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തന്റെ ഓർമ്മക്കുറിപ്പായ തുസുങ്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ മുഗൾ ഭരണകാലത്ത് വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ മതസഹിഷ്ണുത നിലനിർത്താൻ അക്ബറിന്റെ നയങ്ങൾ എത്രമാത്രം സഹായകമായെന്ന് ക്ലാസ്സിലൊരു ചർച്ച സംഘടിപ്പിക്കുക. ചർച്ചയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയെ പോലെ വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു വലിയ രാജ്യത്തെ ഒരുമിപ്പിച്ചു നിർത്താൻ കേവലം സൈനിക ശക്തി കൊണ്ട് മാത്രം സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഭരണാധികാരിയായിരുന്നു അക്ബർ ചക്രവർത്തി. മകൻ ജഹാംഗീറിന്റെ ഓർമ്മക്കുറിപ്പുകളിൽ പറയുന്ന അക്ബറുടെ വാക്കുകൾ അദ്ദേഹം ഭരണരീതിയുടെ ആത്മാവ് വെളിപ്പെടുത്തുന്നതാണ്. കേവലം നികുതി ഇളവുകൾക്കപ്പുറം പ്രജകളുടെ ചിന്താഗതിയിലും പെരുമാറ്റത്തിലും സഹിഷ്ണുത വളർത്താനാണ് അക്ബർ ശ്രമിച്ചത്. ചർച്ച ചെയ്യേണ്ട പ്രധാന മേഖലകൾ. സുൽഹ് ഇ കുൽ
എല്ലാവർക്കും സമാധാനം, ഭരണതലത്തിലെ മതസഹിഷ്ണുത, അഹിംസയും ഇതര വികാരങ്ങളെ മാനിക്കലും ആയുധം ഉപേക്ഷിക്കൽ, ഇതെല്ലാം നമുക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ചർച്ച നടത്തേണ്ടത്. ഇനി മുഗൾ സൈന്യം. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥരും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്ക് അനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാൻസബ്ദാർ തന്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. മുഗളരുടെ മാൻസബ്ദാരി സമ്പ്രദായത്തെക്കുറിച്ച് ക്ലാസ്സിൽ ഒരു ചർച്ച സംഘടിപ്പിക്കൂ. മക്കളെ, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചർച്ചയിൽ ഉൾപ്പെടുത്താം? അക്ബർ ചക്രവർത്തി ആവിഷ്കരിച്ച മാൻസബ്ദാരി സമ്പ്രദായം മുഗൾ സാമ്രാജ്യത്തിന്റെ അടിത്തറയായിരുന്നു. മാൻസബ് എന്ന പേർഷ്യൻ വാക്കിനർത്ഥം സ്ഥാനം അല്ലെങ്കിൽ പദവി എന്നാണ്. മുഗൾ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർക്കും സൈനിക മേധാവികൾക്കും നൽകിയിരുന്ന പദവിയായിരുന്നു ഇത്. ഈ പദവി ലഭിക്കുന്നയാളെ മാൻസബ്ദാർ എന്ന് വിളിച്ചു. ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരുടെയും സൈനിക മേധാവികളുടെയും പദവിയും ശമ്പളവും നിശ്ചയിച്ചിരുന്നത് മാൻസബ്ദാരി സമ്പ്രദായത്തിലൂടെയായിരുന്നു. സിവിൽ മിലിറ്ററി വിഭാഗങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തിയ ഈ വ്യവസ്ഥയിൽ മാൻസബ്ദാർമാരുടെ പദവിയും ശമ്പളവും നിശ്ചയിച്ചിരുന്നത് സാത്ത് അല്ലെങ്കിൽ സവാർ എന്നീ രണ്ട് ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു. സാത്ത് എന്നത് മാൻസബ്ദാറിന്റെ വ്യക്തിഗത പദവിയെയും ശമ്പളത്തെയും സൂചിപ്പിച്ചപ്പോൾ സവാർ എന്നത് അദ്ദേഹം നിർബന്ധമായും പരിപാലിക്കേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് കുറിച്ചിരുന്നത്. മാൻസബ്ദാർമാർക്ക് അവരുടെ സേവനത്തിന് പണമായോ നഗത് അല്ലെങ്കിൽ നികുതി പിരിക്കാനുള്ള ഭൂമിയായോ ജാഗീർ പ്രതിഫലം നൽകപ്പെട്ടിരുന്നു. വംശപാരമ്പര്യമായി ലഭിക്കുന്ന ഒന്നല്ലാതിരുന്ന ഈ പദവിയുടെ പ്രാദേശിക പ്രഭുക്കന്മാരുടെ അധികാരം നിയന്ത്രിക്കാനും കേന്ദ്രീകൃതവും ശക്തവുമായ ഒരു സൈന്യത്തെ നിലനിർത്താനും മുഗൾ ചക്രവർത്തിമാർക്ക് സാധിച്ചു. എന്നാൽ പിൽക്കാലത്ത് ജാഗീറുകളുടെ ദൗർബല്യവും അഴിമതിയും ഈ സമ്പ്രദായത്തിന്റെ തകർച്ചക്കും അതുവഴി മുഗൾ സാമ്രാജ്യത്തിന്റെ പതനത്തിനും കാരണമായി മാറി എന്നത് ചരിത്രപരമായ വസ്തുതയാണ്. മുഗൾ ഭരണരീതി. മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണം എന്തായിരുന്നുവെന്ന് നോക്കാം. ഇവിടെ ഒരു പിരമിഡ് രൂപത്തിൽ തന്നിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ്? മുഗൾ രാജ്യം, ആദ്യത്തേത് സൂബ, പിന്നീട് സർക്കാർ, പർഖാന, ഗ്രാമം എന്നിങ്ങനെയുള്ള ഒരു ക്രമീകരണത്തിലാണ് മുഗൾ കാലഘട്ടത്തിലെ ഭരണ സൗകര്യത്തെ ക്രമീകരിച്ചിരുന്നത്. ഇനി മുഗൾ ഭരണത്തിൽ അക്ബറിന്റെ കാലത്താണ് ഇത്തരത്തിലൊരു ഭരണക്രമം അല്ലെങ്കിൽ ഘടന ഫലപ്രദമായി രൂപപ്പെടുത്തിയത്. രാജ്യത്തിന്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല. പകരം തദ്ദേശീയരായ മതപണ്ഡിതന്മാരാണ് ഖാസിമാർ തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഈ തീരുമാനത്തിൽ അതൃപ്തി ഉള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു. അക്ബർ ചക്രവർത്തി തന്റെ ജനങ്ങളുടെ പരാതി കേൾക്കുന്ന ഒരു ചിത്രമാണ് ഈ തന്നിട്ടുള്ളത്. എവിടെയാണ്? ദിവാൻ ഇ ഖാസിൽ വെച്ചിട്ട് പരാതികൾ സ്വീകരിക്കുന്ന ഒരു ചിത്രമാണ് കാണിക്കുന്നത്. സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ അന്നത്തെ സാമൂഹ്യാവസ്ഥയെക്കുറിച്ചും
ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ബാബർ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തെക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴിനീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച് ഇന്ത്യയിലെ 2 നഗരങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചിരുന്നുവെന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു. സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. അബുൾ ഫസൽ തന്റെ പുസ്തകമായ ഐൻ ഇ അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇനി അബുൾ ഫസലിനെ കുറിച്ച് നോക്കാം. മുഗൾ ഭരണകാലത്ത് മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൾ ഫസൽ. അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു ഇദ്ദേഹം. ഐൻ ഇ അക്ബരി, അക്ബർനാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. കാർഷിക രംഗത്തെ ഉൽപാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ. ജലഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു. ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര തുടങ്ങിയവ. മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട് അല്ലേ, എന്തൊക്കെയാണ് നഗരങ്ങൾ, അത് ഇന്നത്തെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന്. ഇവിടെ നഗരങ്ങൾ ധാക്ക തന്നിട്ടുണ്ട്, ഇന്നത്തെ രാജ്യങ്ങൾ അത് ബംഗ്ലാദേശാണ്. ഇനി നഗരങ്ങൾ മുർഷിദാബാദ്, ലാഹോർ, സൂറത്ത്, ആഗ്ര തന്നിട്ടുണ്ട്. അത് ഇന്നത്തെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് പട്ടികപ്പെടുത്തേണ്ടത്. മുർഷിദാബാദ് ഇന്ത്യയാണ്, ലാഹോർ പാകിസ്ഥാൻ, സൂറത്ത് ഇന്ത്യ, ആഗ്ര ഇന്ത്യ. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ, എന്താണ് രസ്നാമ എന്ന പുസ്തകത്തിന്റെ പുറംചട്ടയാണ്. ചിത്രം ശ്രദ്ധിച്ചുവല്ലോ. മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിന്റെ പുറംചട്ടയുടെ ചിത്രമാണിത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകനായ ദാരാഷുക്കോ ആണിത് പരിഭാഷപ്പെടുത്തിയത്. മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിന്റെ ഉദാഹരണമാണിത്. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു. അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ്. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടി ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ്. ഹിന്ദുസ്ഥാനി സംഗീതം ഉദ്ഭവിച്ചതും ഈ സമന്വയത്തിന്റെ ഭാഗമായിട്ടാണ്. താഴെയുള്ള ചിത്രം കണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ഏതാണത്? താജ്മഹലിന്റെ ചിത്രമാണ് കാണിക്കുന്നത്. ചുവടെ കാണിക്കുന്നത് ആഗ്ര കോട്ടയുടെ ചിത്രമാണ്. മുഗൾ ഭരണകാലത്ത് മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിന്റെ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. വിജയനഗര ഭരണം. മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് വിജയനഗര രാജ്യം. വിജയനഗരവും ഹംപിയും. വിജയനഗരം വിജയത്തിന്റെ നഗരം. ഒരേ സമയം ഒരു നഗരത്തിന്റെയും രാജ്യത്തിന്റെയും പേരായിരുന്നു. CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിൽക്കുകയും ചെയ്തു. അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നു. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിലൂടെയാണ് വിജയനഗരത്തിന്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത്. കൃഷ്ണദേവരായരുടെ കാലത്തെ വിജയനഗരത്തിന്റെ ഒരു ഭൂപടമാണ് കാണിക്കുന്നത്. ഭൂപടം നിരീക്ഷിച്ച് വിജയനഗരത്തിന്റെ ഉൾപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഏതൊക്കെയാണത്? കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. ഇനി വിജയനഗര രാജാക്കന്മാർ. സംഗമ രാജവംശം. ഏതാണ് രാജാവ്? ഹരിഹരൻ ബുക്കൻ. സാലുവ വംശം നരസിംഹ സാലുവ. തുളുവ വംശം വീരനരസിംഹൻ കൃഷ്ണദേവരായ. അരവിഡു വംശം തിരുമല വെങ്കിട ഒന്ന്. ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് CE 1336 വിജയനഗരം സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ
ഭരണാധികാരിയായിരുന്ന കൃഷ്ണദേവരായർ 1509 മുതൽ 1529 വരെ. അദ്ദേഹത്തെക്കുറിച്ച് യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ പറഞ്ഞ വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തന്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നുപോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. ബാർബോസ ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി. കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിന്റെയും വികസനത്തിന്റെയും കാലഘട്ടമായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണികഴിപ്പിച്ചിരുന്നു. മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം. എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. അസാമാന്യമായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം അമുക്തമാല്യത, ജാമ്പവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. അക്ബറിന്റെയും കൃഷ്ണദേവരായരുടെയും മതനയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. എങ്ങനെ തയ്യാറാക്കാം? ഭരണാധികാരികളായിരുന്നു മുഗൾ ചക്രവർത്തിയായ അക്ബറും വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരും. തങ്ങളുടെ വിശാലമായ സാമ്രാജ്യങ്ങളെ ഒരൊറ്റ നൂലിൽ കോർത്തെടുക്കാൻ ഇരുവരും ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം മതസൗഹാർദ്ദവും സഹിഷ്ണുതയുമായിരുന്നു. അക്ബറിന്റെ മതനയം. ഒരു ഇസ്ലാം മതവിശ്വാസിയായിരുന്നിട്ടുകൂടി അക്ബർ തന്റെ സാമ്രാജ്യത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെയും മറ്റു മതസ്ഥരെയും കൂടെ നിർത്തുന്ന നയമാണ് സ്വീകരിച്ചത്. ദീൻ ഇലാഹി. എല്ലാ മതങ്ങളിലെയും നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അക്ബർ ദീൻ ഇലാഹി എന്നൊരു പുതിയൊരു ദർശനം മുന്നോട്ട് വെച്ചു. മതപരമായ ഐക്യമായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇബാദത്ത് ഖാന. ഫത്തേപൂർ സിക്രിൽ അദ്ദേഹം നിർമ്മിച്ച പ്രാർത്ഥനാ മന്ദിരത്തിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൈന, പാഴ്സി പണ്ഡിതന്മാരെ ഒരുമിച്ചിരുത്തി മതപരമായ ചർച്ചകൾ നടത്തി. നികുതി നിർത്തലാക്കൽ. ഹിന്ദുക്കൾ തീർത്ഥാടനത്തിന് നൽകേണ്ടിയിരുന്ന നികുതിയും മുസ്ലിങ്ങളല്ലാത്തവർ നൽകേണ്ടിയിരുന്ന ജിസ്യ നികുതിയും അക്ബർ നിർത്തലാക്കി. സുൽ ഈക്വൽ എല്ലാവരുമായ സമാധാനം എന്നതായിരുന്നു അക്ബറിന്റെ ഭരണത്തിന്റെ അടിസ്ഥാനം. കൃഷ്ണദേവരായരുടെ മതനയം. ഒരു തീവ്ര വൈഷ്ണവ വിശ്വാസിയായിരുന്നിട്ടും കൂടി കൃഷ്ണദേവരായർ എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. സർവമത സമഭാവന. ശൈവർ, വൈഷ്ണവർ, ജൈനന്മാർ, ബുദ്ധമതക്കാർ എന്നിവർക്കെല്ലാം വിജയനഗരത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം വൈഷ്ണവ ക്ഷേത്രങ്ങൾക്കൊപ്പം ശൈവ ക്ഷേത്രങ്ങൾക്കും വൻതോതിൽ ദാനധർമ്മങ്ങൾ നടത്തി. വിദേശ മതങ്ങളോടുള്ള സമീപനം. തന്റെ രാജ്യത്ത് വ്യാപാരത്തിനെത്തിയ പോർച്ചുഗീസുകാർക്ക് ക്രിസ്തുമത പ്രചാരണത്തിനും പള്ളികൾ പണിയാനും അദ്ദേഹം അനുവാദം നൽകി. മുസ്ലിം ജനവിഭാഗങ്ങളോടുള്ള നിലപാട്. കൃഷ്ണദേവരായരുടെ സൈന്യത്തിൽ നിരവധി മുസ്ലിം സൈനികരും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അവർക്ക് ആരാധന നടത്താൻ അദ്ദേഹം പള്ളികൾ നിർമ്മിച്ചു നൽകുകയും അവരുടെ മതവിശ്വാസങ്ങളെ മാനിക്കുകയും ചെയ്തു. ഭരണ സംവിധാനം. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ, പ്രവിശ്യകൾ, നാടുകൾ, ജില്ലകൾ, സ്ഥലം, ഉപജില്ലകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു. ഈ പ്രദേശങ്ങളെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത്. അടുത്തതൊരു പ്രവർത്തനമാണ് മാൻസബ്ദാരി അമരനായക സമ്പ്രദായങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് പട്ടികപ്പെടുത്തുക. സവിശേഷതകൾ. മാൻസബ്ദാരി സമ്പ്രദായം, അമരനായക സമ്പ്രദായം. അപ്പോൾ ഉത്ഭവം അല്ലെങ്കിൽ സാമ്രാജ്യം. മാൻസബ്ദാരി സമ്പ്രദായത്തിൽ മുഗൾ സാമ്രാജ്യത്തിൽ അക്ബർ ചക്രവർത്തിയാണ് ഇത് ഔദ്യോഗികമായി നടപ്പിലാക്കിയത്.
അമരനായക സമ്പ്രദായത്തിൽ വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണാധികാരികളായ രായന്മാരാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇനി അതുപോലെ തന്നെ സവിശേഷതകൾ, അധികാരഘടന, പദവി നിർണയം ഒക്കെ തന്നിട്ടുണ്ട്. അതിൽ മാൻസബ്ദാരി സമ്പ്രദായം, അമരനായക സമ്പ്രദായം തമ്മിലുള്ള താരതമ്യം ഇവിടെ കാണിക്കുന്നുണ്ട്. കൂടാതെ സവിശേഷതകളിൽ സ്ഥലം മാറ്റം, ശമ്പളവും നികുതിയും, കേന്ദ്രത്തോടുള്ള കടമകൾ, പാരമ്പര്യ അവകാശം ഇതെല്ലാം തന്നിട്ടുണ്ട്. അത് ഓരോന്നിലും എങ്ങനെയാണ് താരതമ്യം ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി നോക്കാം. വിവിധ ജാതിമത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം. ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത്. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണരായിരുന്നു. സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത്. രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു. സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. ശൈശവ വിവാഹം, സതി സമ്പ്രദായം എന്നിവയും സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. ഡൊമിംഗോ പയസ് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി എന്നതിലെ കുറച്ച് വരികളാണിത്. മുകളിൽ നൽകിയിട്ടുള്ള സഞ്ചാരക്കുറിപ്പ് വായിച്ചുവല്ലോ. വിജയനഗരത്തിന്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. വിജയനഗരത്തിന്റെ ചുറ്റുമുള്ള വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുര കുളവും ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടുകളും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ഭൂമിക്ക് സർവേ ചെയ്ത് ഗുണനിലവാരമനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. ഇന്ത്യയുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി. പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിന്റെ കുത്തക ഉണ്ടായിരുന്നത്. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായും വ്യാപാരം നടന്നിരുന്നു. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത് അറബികളായിരുന്നു. കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു. കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാർ കുതിരച്ചെട്ടികൾ എന്നറിയപ്പെട്ടു. കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. നഗരത്തിൽ നിന്ന് ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നു. വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചു. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിനു വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അത്ഭുതപൂർവമായ വളർച്ചയുണ്ടായി. കൃഷ്ണദേവരായരെ പോലുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിന്റെയും സംരക്ഷകരായിരുന്നു. ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് കൂടുതലായും പ്രാബല്യത്തിലുണ്ടായിരുന്നത്. ഗോപുരങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത. സാഹിത്യരംഗത്തും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു. തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഈ കാലത്താണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് വരുന്നത്. ഇനി നമുക്കിതിന്റെ തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിജയനഗര ഭരണകാലത്തെ സാംസ്കാരിക സംഭാവനകൾ സംബന്ധിച്ച ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ആ ചിത്രങ്ങൾ കളക്ട് ചെയ്തിട്ട് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കണം കേട്ടോ. അക്ബർ, കൃഷ്ണദേവരായർ എന്നിവരുടെ കാലഘട്ടത്തിൽ വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ മാതൃകാപരമായിരുന്നു. തന്നിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ സംഭാവനകൾ താരതമ്യം ചെയ്ത് സെമിനാർ സംഘടിപ്പിക്കുക. എന്തൊക്കെയാണ് സൂചനകൾ? ഭരണരീതി, സമ്പത്ത്, സംസ്കാരം, നീതിന്യായം. ഈ ഒരു സൂചനകൾ വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് സെമിനാർ സംഘടിപ്പിക്കാം? സെമിനാറിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. മധ്യകാല ഇന്ത്യൻ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച 2 മഹാന്മാരായ ഭരണാധികാരികളായിരുന്നു മുഗൾ ചക്രവർത്തിയായ അക്ബറും വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരും.
വ്യത്യസ്ത കാലഘട്ടങ്ങളിലും പ്രദേശങ്ങളിലുമാണ് ഇവർ ജീവിച്ചിരുന്നതെങ്കിലും ഇരുവരുടെയും ഭരണ നേട്ടങ്ങളും പല മേഖലകളിലും മാതൃകാപരമായിരുന്നു. ഇനി ഭരണരീതി. ഇരു ഭരണാധികാരികളും വളരെ ശക്തവും ജനകേന്ദ്രീകൃതവുമായ ഒരു ഭരണ സംവിധാനമാണ് കെട്ടിപ്പടുത്തത്. അക്ബർ വളരെ വികേന്ദ്രീകൃതവും കാര്യക്ഷമവുമായ ഒരു ഭരണരീതിയാണ് അക്ബർ നടപ്പിലാക്കിയത്. ഇതിനായി മാൻസബ്ദാരി സമ്പ്രദായം അദ്ദേഹം ആവിഷ്കരിച്ചു. ഉദ്യോഗസ്ഥർക്ക് പദവിയും സൈന്യത്തെ നിലനിർത്താനുള്ള ചുമതലയും നൽകുന്ന രീതിയായിരുന്നു ഇത്. സാമ്രാജ്യത്തെ സൂബകൾ ആയി വിഭജിച്ചു. സഹിഷ്ണുതയിൽ അധിഷ്ഠിതമായ സുൽഹിക്കുൽ എന്ന നയം അദ്ദേഹം സ്വീകരിച്ചു. കൃഷ്ണദേവരായ വിജയനഗര സാമ്രാജ്യത്തിന്റെ കേന്ദ്രീകൃതമായ ഭരണത്തെ അദ്ദേഹം ശക്തിപ്പെടുത്തി. അക്ബറുടെ മാൻസബ്ദാരിക്ക് സമാനമായി ഇവിടെ അമരനായക സമ്പ്രദായം നിലനിന്നിരുന്നു. സൈനിക മേധാവികൾക്ക് ഭൂമിയുടെ റവന്യൂ അധികാരം നൽകുന്ന രീതിയായിരുന്നു ഇത്. ജനക്ഷേമത്തിനായിരുന്നു അദ്ദേഹം മുൻഗണന നൽകിയത്. ഒരു രാജാവ് എപ്പോഴും ധർമ്മ സ്ട്രിക്ട്ലി അനുസരിച്ച് ഭരിക്കണം എന്ന് അദ്ദേഹം തൻ്റെ അമുക്തമാല്യത എന്ന ഗ്രന്ഥത്തിൽ കുറിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, സംസ്കാരം. കലാ, സാഹിത്യം, മതം എന്നിവക്ക് ഇരുവരും നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. അക്ബർ മതസൗഹാർദ്ദത്തിന്റെ പ്രവാചകനായിരുന്നു. അക്ബർ എല്ലാ മതങ്ങളിലെയും നല്ല ആശയങ്ങൾ ഉൾക്കൊണ്ട് അദ്ദേഹം ദീൻ ഇലാഹി എന്ന പുതിയ ദർശനം അവതരിപ്പിച്ചു. ഫത്തേപൂർ സിക്രിയിൽ അദ്ദേഹം നിർമ്മിച്ച ഇബാദത്ത് ഖാന മതപരമായ ചർച്ചകൾക്കുള്ള വേദിയായിരുന്നു. അദ്ദേഹത്തിന്റെ സദസ്സിൽ നവരത്നങ്ങൾ, അതായത് 9 പ്രതിഭകൾ ഉണ്ടായിരുന്നു. താൻസൻ, അബുൽ ഫസൽ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. കൃഷ്ണദേവരായ തെലുങ്ക് സാഹിത്യത്തിന്റെ സുവർണകാലമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം സ്വയം ഒരു മികച്ച എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ സദസ്സിനെ അഷ്ടദിഗ്ഗജങ്ങൾ അലങ്കരിച്ചിരുന്നു, അതായത് 8 മഹാന്മാരായ കവികൾ. ഇതിൽ പ്രമുഖനായിരുന്നു അല്ലാസാനി പെദ്ദനയും. നമ്മൾ കഥകളിൽ കേൾക്കുന്ന തെന്നാലി രാമനും ഹംപിയിലെ വിಠലസ്വാമി ക്ഷേത്രം, ഹസാര രാമക്ഷേത്രം എന്നിവ അദ്ദേഹത്തിന്റെ കാലത്തെ വാസ്തുവിദ്യാ വിസ്മയങ്ങളാണ്. മൂന്നാമത്തെ പോയിന്റ്, സമ്പത്ത്. അതുപോലെ തന്നെ 4ാമത്തെ പോയിന്റ്, നീതിന്യായം. ഇതിനെക്കുറിച്ചും ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സെമിനാറിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ചുരുക്കത്തിൽ, വടക്കേ ഇന്ത്യയിൽ അക്ബറും തെക്കേ ഇന്ത്യയിൽ കൃഷ്ണദേവരായരും കാഴ്ചവെച്ച ഭരണം ഇന്ത്യയുടെ ചരിത്രത്തെ സസ്വാധീനിച്ചവയാണ്. ഭരണരീതിയിലെ പരിഷ്കാരങ്ങൾ, സാംസ്കാരികമായ ഉണർവ്, സാമ്പത്തികമായ അടിത്തറ, നീതിപൂർവമായ ഇടപെടലുകൾ എന്നിവയിൽ രണ്ടുപേരും പരസ്പരം മത്സരിക്കുന്ന നേട്ടങ്ങളാണ് കൈവരിച്ചത്. അതുകൊണ്ട് തന്നെ ഭാരത ചരിത്രത്തിലെ ഏറ്റവും മാതൃകാപരമായ ഭരണാധികാരികളുടെ പട്ടികയിൽ ഇവരിരുവരും മുൻപന്തിയിൽ നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു നല്ലൊരു സെമിനാർ ക്ലാസ്സിൽ അവതരിപ്പിക്കാം. അടുത്ത പ്രവർത്തനം നോക്കൂ. മുഗൾ വിജയനഗര ഭരണ സമ്പ്രദായങ്ങളിലെ പൊതുസവിശേഷതകൾ താരതമ്യം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ മുഗൾ ഭരണം, വിജയനഗര ഭരണം എന്ന് തന്നിട്ടുണ്ടല്ലേ. എന്തൊക്കെ സവിശേഷതകൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം? മുഗൾ ഭരണത്തില് രാജവാഴ്ച, മാൻസബ്ദാരി, മതസഹിഷ്ണുത, ഉറുദു ഭാഷയുടെ വികാസം, ഇൻഡോ പേർഷ്യൻ നിർമ്മാണ ശൈലി. വിജയനഗര ഭരണത്തില് രാജവാഴ്ച, അമരനായക സമ്പ്രദായം, മതസഹിഷ്ണുത, സംസ്കൃത ഭാഷയുടെ വികാസം, ദ്രാവിഡ നിർമ്മാണ ശൈലി. അവസാനത്തെ പ്രവർത്തനം, മുഗൾ ഭരണകാലത്ത് വിവിധ മേഖലകളിലുണ്ടായ സമന്വയത്തെ സംബന്ധിച്ച് ചിത്രങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരണം നടത്തുക. നിങ്ങൾ ആ ചിത്രങ്ങൾ ശേഖരിക്കുക, ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് വരുന്ന പ്രവർത്തനങ്ങളും അതിൻ്റെ പാഠത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഉള്ളടക്കവും. നിങ്ങൾ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. എല്ലാ പ്രവർത്തനങ്ങളും നമ്മളിതിൽ വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗവുമായിട്ട് കാണാം. എല്ലാ മക്കൾക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.